ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം തിരുലിഖിതം. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും, അവൻ്റെ മരണദിവസത്തിൽ അവൻ അനുഗ്രഹീതനാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സഹിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ബലി അർപ്പിക്കുന്നതും ഇതൊന്നും ദൈവം കാണുന്നില്ലേ, എന്നെ ദൈവം അറിയുന്നില്ലേ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ അന്ധകാരത്തിൻ്റെ ചിന്തകൾ അലട്ടി അവരെ വിശ്വാസത്തിൽ നിന്ന് ക്ഷയിപ്പിക്കുന്ന അനേക രംഗങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവരെയും ദൈവത്തിൽ മുന്നേറുന്നവരെയും വിശ്വാസ ജീവിതത്തിൽ അടിക്കടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെയും സാത്താൻ ഏതെങ്കിലും വിധത്തിൽ ദുർബലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. അവൻ്റെ കൗശലത്തിൻ്റെ ഒരു പ്രധാന മേഖലയാണ് പ്രാർത്ഥിക്കുന്നവർ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർ, വർഷങ്ങളായി ദേവാലയത്തിൽ പോകുന്നവർ. അവരുടെ മനസ്സിലേക്ക് അന്ധകാര ചിന്ത. എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ട് ഈ തകർച്ച, എന്തുകൊണ്ട് ഈ അന്ധകാരം, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇത് മാറുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇല്ലേ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രസാദിക്കാത്ത ദൈവമാണെങ്കിൽ ഇനി പ്രാർത്ഥിക്കണോ? ഒരുപാട് പേര് പ്രാർത്ഥന നിർത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിൻ്റെ മർമ്മത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് ജോസഫ് ചേട്ടനെ ദൈവം കാഞ്ഞിരപ്പള്ളി ദേശത്തു നിന്ന് ഇതാ കൊണ്ടുവന്നിരിക്കുന്നത്. ഇളങ്കുളം ഇടവകയിൽ പരിസ്ഥിതി യാവല മാതാവിൻ്റെ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 24-25 കൊല്ലമായി അൾസർ രോഗം. എത്ര വർഷം? 24-25 വർഷം. 24-25 വർഷമായി അൾസർ രോഗം ബാധിച്ചിരിക്കുക. ഈ 24-25 വർഷമായി അൾസർ രോഗം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പറയാൻ വരുന്നത് 2012 ഏപ്രിൽ 15 മുതൽ 19 വരെ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളി അങ്കണത്തിൽ വെച്ച് അഭിഷേകാഗ്നി എന്നുള്ള ഒരു കൺവെൻഷൻ നടന്നിരുന്നു. അത് നമ്മുടെ അട്ടപ്പാടി എന്നുള്ള ടീമല്ലേ? അച്ഛൻ സേവിയർ ടൈൽ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട സേവിയർ അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. അട്ടപ്പാടിയിൽ നിന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ടീമംഗങ്ങൾ പോയി കാഞ്ഞിരപ്പള്ളിയുള്ള പഴയ പള്ളി അങ്കണത്തിൽ വെച്ച് വലിയ ഒരു കൺവെൻഷൻ, 5 ദിവസം നീണ്ടുള്ള കൺവെൻഷൻ. ആ കൺവെൻഷൻ വലിയൊരു കൺവെൻഷൻ ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകളല്ലേ, 10-12 നിറച്ച ആളുകൾ അല്ലേ? നിറച്ച് ഒത്തിരി ആളുണ്ടായിരുന്നു. ഭയങ്കരമായ ആളായിരുന്നു. അപ്പം 24-25 വർഷം അന്ന് തൊട്ട് അച്ഛൻ്റെ ആ കൺവെൻഷൻ നടക്കുന്ന ആ ദിവസം വരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 25 വർഷമായിട്ട് മുടങ്ങാതെ ആ കൺവെൻഷൻ തുടങ്ങണം, ആ കൺവെൻഷൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, അന്ന് വരെ മുടങ്ങാതെ ഈ അൾസറിന് വേണ്ടി മെഡിസിൻ മരുന്ന് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അതിനു മുമ്പും ഈ രോഗമുണ്ടായിരുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എരിഞ്ഞു വരുന്ന ഛർദ്ദിക്കുക ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ സ്ഥിരമായിട്ട് 24-25 വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് തന്നെ രോഗമുള്ളതാണ്, മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 24-25 വർഷമായി. അപ്പം ഈ അവസാനമായ ഒരു 10 വർഷം ഞാൻ കാരിത്താസിലെ ഗ്യാസ്ട്രോഎൻട്രോളജി ഡോക്ടറുടെ ടോം ഗൈ എന്ന ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. ഡോക്ടർ എന്നെ 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു, എക്സ്റേ ചെയ്തു, ഇങ്ങനെ ഒത്തിരി എക്സ്റേ ചെയ്തു, ഒരുപാട് ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റുകളും നടത്തി. ഞാൻ ഇവിടെ 2010 ഏപ്രിൽ മാസത്തിൽ ഒരാഴ്ചത്തെ കിടന്നുള്ള ധ്യാനം കൂടിയിട്ടുണ്ട്. പിന്നെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ മുടങ്ങാതെ വളരെ ദിവസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് സൗഖ്യം ലഭിച്ചത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിലെ അഭിഷേകത്തിന്റെ കൺവെൻഷനിൽ വെച്ചാണ്. അപ്പം എനിക്ക് ഈ ഭക്ഷണം കഴിക്കുവാനോ യാതൊന്നും പറ്റിയില്ലായിരുന്നു. എനിക്കൊരു കടയൊക്കെ ഉണ്ട് ചെങ്ങളത്ത്. അപ്പം ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പഥ്യമായിരുന്നു ശരിക്കും. അപ്പം അവസാനം 1-2 വർഷം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും അറിയത്തില്ല. ചോറ് കഴിക്കുക,
പിന്നെ പച്ചക്കറി എരിവൊന്നും ഇല്ലാതെ പിന്നെ തൈര് മാത്രമേ കഴിച്ച്. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോകേണ്ടി വരും. കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണ കക്കൂസിലേക്ക് പോകേണ്ടി വരും. കടയിലൊക്കെ ഞാൻ ബക്കറ്റിൽ വെള്ളം തയ്യാറാക്കി വെച്ചേക്കും, കാരണം സൗകര്യമൊന്നും കിട്ടത്തില്ല, പെട്ടെന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് അതുപോലെ ഞാൻ ബുദ്ധിമുട്ടിയ എന്ത് ചെയ്യണം, കടയിൽ സാധനം മേടിക്കാൻ പോകണം, കടയിൽ ഇരിക്കണം, കട എന്നാ ചെയ്യണം, ഞാൻ വീട്ടുകാരത്തോട് പറയാം, ഞാൻ ആലോചിക്കും, ഞാൻ ഇനി നിർത്താൻ പോവാം, ആ പാടെ പുറത്തോട്ടിറങ്ങാൻ മേലാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ ഞാൻ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ ഒരു തീർത്ഥാടനത്തിന് പോയി. അപ്പം ഈ കൺവെൻഷൻ വന്നപ്പോഴത്തേന് ഈ തീർത്ഥാടനം കഴിഞ്ഞ് അതിഭയങ്കരമായി അങ്ങോട്ട് വയറ് ശക്തി രോഗം മൂർച്ഛിച്ചായിരുന്നു ഞാൻ കൺവെൻഷൻ പങ്കെടുക്കാൻ പോയത്. മൂർധന്യ അവസ്ഥയിൽ രോഗം. അപ്പൊ ഡോക്ടറെ പ്രത്യേകം കണ്ട് മരുന്നും മേടിച്ചോണ്ടാണ് പോയത്, കൺവെൻഷനിലേക്ക് പോയത്. കൺവെൻഷന്റെ 4-ാം ദിവസം ഞാൻ മരുന്ന് ഇങ്ങനെ കൊണ്ടു നടക്കും, കാരണം ഈ മരുന്നില്ലാതെ പറ്റത്തില്ലല്ലോ, മരുന്ന് എപ്പോഴും കയ്യിൽ ഇങ്ങനെ അതുപോലെ. അപ്പം 4-ാം ദിവസം ഉച്ച സമയത്ത് സുതിപ്പിന്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തിയുടെ അൾസർ രോഗം മാറ്റിയെന്ന്. എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളുടെ അൾസർ രോഗം കർത്താവ് എടുത്തു മാറ്റുന്നു എന്നൊരു സന്ദേശം ആ സ്തുതിപ്പിന്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാനിത് ബ്രെഡ് കഴിച്ച് ചെന്ന മരുന്ന് ഇപ്പൊ ഞാനായിരിക്കും എന്നങ്ങ് വിശ്വസിച്ചു. എന്നാലും നാം മരുന്ന് കഴിക്കാമെന്ന് ഓർത്ത് മരുന്ന് നോക്കി കഴിയുമ്പോൾ പോക്കറ്റിൽ മരുന്നില്ല. ആ മരുന്ന് കാണാനില്ല. ഞാനും എൻ്റെ കുടുംബം 2 പിള്ളേരുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ അവിടെയെല്ലാം തപ്പി നോക്കി, ഒരു കുടുംബസഹിതം ഒരുമിച്ച് തപ്പി, മരുന്ന് അവിടെയൊന്നും കണ്ടില്ല. അപ്പോൾ അതൊരു സന്ദേശം, ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിരിക്കാം മരുന്ന്. അപ്പോൾ അന്ന് ോട്ട് ഇനി മരുന്ന് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അപ്പോൾ ഈ സന്ദേശം താകുന്നത് എനിക്ക് വേണ്ടി ആയിരിക്കും, ഇനി ദൈവം പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹം അത് വിശ്വസിച്ച് പിന്നെ മരുന്ന് അന്വേഷിച്ചില്ല. പിന്നെ ഞാൻ പിന്നെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വയറിൽ നിന്ന് പോകുന്നത് നോർമലാകാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ മരുന്നുമെല്ലാം മാറ്റി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് വരെയും മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അതോടുകൂടെ ശരീരത്തിൽ നിന്ന് അൾസറിന്റെ ആ കെടുതി അങ്ങനെ നീങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ മരുന്ന് കഴിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വയറിന് 2 വയസ്സ് ഇങ്ങനെ വേദന പോലെ തോന്നി. അപ്പം ഞാൻ വേറെ ഡോക്ടറെ കണ്ടു, മെഡിക്കൽ കോളേജിൽ ഒരു റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മലമൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കുടലില്ല. എടോ അത് കുടലല്ല, അത് ഇങ്ങനെ 2 വയസ്സ് ഇങ്ങനെ ഒരു പേശിയുണ്ട്, ഞാനൊരു കെട്ടുപൊക്കി അതിൻ്റെ വേദന ഉണ്ടായതാണ്, അത് എനിക്കും ഉണ്ടാകും. അത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ വേദന മാറി, തനിക്ക് അൾസർ രോഗമൊന്നും ഇല്ല എന്ന് ഡോക്ടറും പറഞ്ഞു. നമുക്ക് ഇതേപോലെ ഈശോ ഇന്ന് നേരിട്ട് പ്രകടമായി പ്രവർത്തിക്കുക. എന്നിട്ട് ആ മരുന്നുകൾ എടുത്ത് ഉച്ചവരെ മരുന്നുണ്ടായിരുന്ന ഈ സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദൈവദൂതൻ വന്ന് ആ മരുന്ന് എടുത്തുകൊണ്ട് പോയി. മരുന്ന് ഒരു കുടുംബസഹിതം അന്വേഷിക്കുക. മക്കൾ 3 പേര്, അത് നല്ല മിടുക്കന്മാർ, നല്ല തീഷ്ണതയുള്ള മക്കൾ, അവരപ്പന് വേണ്ടി മരുന്ന് അന്വേഷിക്കുന്നു, കാണുന്നില്ല. ഭാര്യ ഭയങ്കര സ്നേഹമുള്ള ഭാര്യ തപ്പി നോക്കും, കംപ്ലീറ്റ് നോക്കി, മരുന്ന് കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവദൂത എടുത്തിട്ട് പോയി. ഹല്ലേലൂയ. ഇങ്ങനെ ഇന്ന് ദൈവം പ്രവർത്തിച്ചു. അന്ന് ദൈവം നേരിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനെ സുഖപ്പെടുത്തി. ഇത് 25 വർഷമായി മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് കർത്താവ് ഇടപെട്ടത്. നിങ്ങൾ ഓർക്കണം. അതിന് മുമ്പ് തന്നെ കുറേശ്ശെ രോഗം ഉണ്ടായിരുന്നു, മെഡിസിൻ എടുക്കാൻ തുടങ്ങി 25 വർഷമായി. അതാണ് ഇതേപോലെ അത്ഭുതകരമായി ഈശോ എടുത്തു മാറ്റിയത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേപോലെ അത്ഭുതങ്ങൾ ചെയ്തും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ രോഗങ്ങളിലും മനോവേദനകൾ തകർന്ന് നശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് വെക്കാം. രോഗാവസ്ഥയുള്ളവർ ഇപ്പോൾ ആ രോഗാവസ്ഥകൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവമേ, ഞാനൊരു തകർന്ന മനുഷ്യനാണ് കർത്താവേ. ആരോഗ്യമുള്ളവർ, കുടുംബത്തിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനോവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വേദന ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട്. മകനെ, നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാനിന്ന് തകർന്നവനാണ് കർത്താവേ, ഒരുപാട് വേദനയുണ്ട് കർത്താവേ, ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. രാവും പകലും വേദന കൊണ്ട് ഞാൻ പൊളയുകയാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കലഹങ്ങൾ, ഒരുപാട് രഹസ്യഭാവങ്ങൾ, മനോവിഷമങ്ങൾ, ആകുലതകൾ, ഇതെല്ലാം എന്നെ വലയം ചെയ്തിരിക്കുകയാണ് കർത്താവേ.
ഞാൻ ഇന്ന് തകർന്നവനാണ് കർത്താവേ, ഇടപെടണമേ. ആരാധന ആരാധന ആരാധന. ഹൃദയം തകർന്നവൻ കർത്താവേ, വേദനയാൽ പിടയുന്നവൻ കർത്താവേ, ഹൃദയം തകർന്നവൻ പ്രാർത്ഥിക്കുന്നു. വേദനയാൽ പിടയുന്നവൻ വിശ്വാസമോടെ അണയുന്നു ദൈവമേ, വസ്ത്രത്തിൽ സ്പർശിച്ചിടാ. വിശ്വാസമോടെ അണയുന്നു യേശുവേ, വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചിടാ. കരങ്ങൾ ഉയർത്തി സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ, പ്രാർത്ഥിക്കുന്നു. യേശുവേ സുഖമാക്കണേ, കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സുഖമാക്കണേ ദൈവമേ, സുഖമാക്കണേ, യേശുവേ, യേശുവേ സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ, യേശുവേ, യേശുവേ, സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, ഇടപെടണമേ, ഈ കുടുംബങ്ങളെ സ്പർശിക്കണമേ, ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. കർത്താവേ അനുഗ്രഹിക്കണമേ. ആരാധന 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 ആരാധന. സ്പർശിക്കണമേ യേശുവേ. ആരാധന 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 ആരാധന. ഓരോ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തളർന്നിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. വലിയ വേദന ഇരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ആരും സഹായിക്കാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ആശുപത്രി പോകാൻ പൈസ ഇല്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ആരും സഹായിക്കാതെ സ്പർശിക്കണമേ കർത്താവേ. രാവും പകലും വേദന കൊണ്ട് തളരുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. എല്ലാ സൗഖ്യങ്ങൾക്കായി കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മഹത്വം യേശുവിനെ അർപ്പിച്ച് ഇന്നോളം ചെയ്ത അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തോടു കൂടെ കനൽ വഴികളിൽ നടക്കേണ്ടി വരുന്നവർ ആത്മീയതയിൽ ഉറച്ചു നിൽക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് ചില പ്രബോധനങ്ങൾ കർത്താവ് ഇന്ന് നമുക്ക് നൽകുകയാണ്. നമുക്ക് ജോബിന്റെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ജോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ. ജോബിൻ്റെ എല്ലാ മക്കളെയും വിശുദ്ധിയിൽ വളർത്തുന്നതിലും അവരെ കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിൽ അവരെ നടത്തുന്നതിലും ഉത്സാഹിക്കുന്ന ജോബിൻ്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെല്ലാം ദൈവത്തിൽ ഉറപ്പിക്കുന്നതിൽ ഉത്സുകനായ ജോബിൻ്റെ കുടുംബം മുഴുവനും ദൈവത്തിൽ ആനന്ദിക്കാൻ തക്കവണ്ണം ദൈവഭക്തിക്കായി തുറന്നിട്ട ഭവനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണിക്കൂറുകൾ ദൈവ ആരാധനയ്ക്കും ബലിയർപ്പണത്തിന് ചെലവഴിക്കുന്ന ജോബ്. അങ്ങനെയുള്ള ജോബ് ഇതാ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില അറ്റാക്ക്, ചില തകർച്ചകൾ, ചില പൈശാചിക ആക്രമണങ്ങൾ നേരിടുകയാണ്. ജോബിന് മക്കളെ നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട് അങ്ങനെ തകർന്നവനായി മാറിയ ജോബ് ഇതാ ശരീരത്തിൽ വേദന സഹിക്കുകയാണ്. ശരീരം മുഴുവൻ വേദന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജോബിൻ്റെ ശരീരത്തിലെ വേദനയെക്കുറിച്ച് ചില ഭാഗത്ത് ശരീരം ശിരസ് മുതൽ പാദം വ്രണം കൊണ്ട് മുറങ്ങി അങ്ങനെ ആ ഓടിൻ്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ ചിരണ്ടി ശരീരത്തിൽ അവനങ്ങനെ വേദന കൊണ്ട് രോഗം കൊണ്ട് മുറിച്ച് പഴുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയുടെ നടുവിൽ ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം
1, 2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ജോബ് പറയുന്നത്. ജോബ് പറഞ്ഞു, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ വെച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണൽത്തരികളേക്കാൾ ഭാരമേറിയവയായിരിക്കും. അതിനാൽ എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി, എൻ്റെ ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറഞ്ഞു കയറിയിരിക്കുന്നു. ജോബ് വേദനിക്കുകയാണ്. കുടുംബം നശിച്ചു, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നശിച്ചു, എല്ലാവരും വിട്ടുപോയി, ശരീരത്തിൽ രോഗിയായിരിക്കുന്നു. ഇത് മാത്രമല്ല, ജോബിൻ്റെ വേദന വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം, ഇതാ ഇപ്പോൾ ദൈവത്തെ കാണാനില്ല. ദൈവം എന്നെ ശിക്ഷിക്കുന്നു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവത്തിൻ്റെ പ്രഹരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു എന്ന് ജോബിന് രാപകൽ ചിന്ത വന്ന് അത് ജോബിനെ വിഷമിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. മനസ്സിലും ശരീരത്തിലും പീഡ സഹിക്കുന്ന ജോബിനെയാണ് കാണുന്നത്. ജോബ് പറയുകയാണ്, എൻ്റെ ഈ ഒരു ദുഃഖങ്ങളെല്ലാം കൂടി ഒരു ത്രാസിൽ തൂക്കി നോക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ കടൽ തീരങ്ങളുള്ള മുഴുവൻ മണലും എടുത്ത് തൂക്കിയാൽ ഉള്ളതിനേക്കാൾ ഭാരമുണ്ടായിരിക്കും അതിന് എന്ന അനുഭവത്തിൽ നിന്ന് ജോബ് പറയുകയാണ്. ഒരു രോഗം, ഒരു വേദന സഹിക്കാത്തവർക്ക് ഇതിൻ്റെ ഭാരം മനസ്സിലാവില്ല. അത്രയും ഭാരത്തിൻ്റെ മനുഷ്യനാണ് ജോബ്. ഇന്ന് കണ്ണുനീരിൻ്റെ വലിയ ജീവിതത്തിലൂടെ അദ്ദേഹം നടത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന മകനായിരിക്കാം നീ. ദൈവത്തിൻ്റെ സ്വന്തമെന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു നല്ല വിധത്തിൽ പ്രാർത്ഥനയും വിശുദ്ധിയും ആത്മീയത മുന്നോട്ട് കൊണ്ടുവന്നൊരു ഒരു ജീവിതമായിരിക്കാം നിൻ്റെ ജീവിതം. പക്ഷേ ചിലപ്പോൾ ദൈവം കനൽ വഴികളിലൂടെ കൈപിടിച്ച് നടത്തും. ദൈവം ഒരുപാട് അന്ധകാരത്തിലൂടെ ചിലപ്പോൾ നമ്മളെ നടത്തി എന്നും വരാം. ജോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 7, 8 വാക്യങ്ങൾ. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുന്നു, എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. മക്കൾ പോയി, കുടുംബം പോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇതാ ശരീരത്തിൽ അവൻ രോഗിയായിരിക്കുകയാണ്, ദൈവത്തെ പോലും കാണാനില്ല. ഇപ്പോൾ ഇതാ പറയാണ്, എൻ്റെ സ്നേഹിതന്മാരും എന്നെ വിട്ടു, എൻ്റെ ദൈവം എന്നെ തളർത്തി, എൻ്റെ സ്നേഹിതന്മാരെ പോലും എൻ്റെ ദൈവം അകറ്റിക്കളഞ്ഞു. അവിടുന്ന് എന്നെ എല്ലും തോലുമാക്കിയിരിക്കുന്നു. ജോബിൻ്റെ വേദനയാണ്. അവിടുന്ന് എന്നെ വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ ചീന്തിക്കളയുകയും ചെയ്തു. ജോബ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ ചിന്തയെല്ലാം ജോബിനെ അലട്ടുകയാണ്. അവിടുന്ന് തൻ്റെ കോപത്തിൽ എന്നെ വെറുത്തു, എന്നെ ചീന്തി, എന്നെ എല്ലും തോലുമാക്കി. ഇനി ആരാ ജോബിന് ഭൂമിയിലുള്ളത്? ദൈവം പോലും ഇല്ലാത്ത ഒരു അന്ധകാരത്തിലൂടെ ജോബിൻ്റെ ജീവിതം കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ ജോബിൻ്റെ മനസ്സ് ആത്മീയതയുടെ മനസ്സ്, ജോബിൻ്റെ മനസ്സ് വിശ്വാസത്തിൻ്റെ മനസ്സ്. അതാണ് 16-ാം അധ്യായത്തിൽ അതിൽ 21-ാമത്തെ തിരുലിഖിതം. ഒരുവൻ അയൽക്കാരൻ്റെ മുമ്പിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവാദം നടത്തും. എൻ്റെ ദൈവത്തെ നോക്കി കരയും, എൻ്റെ കണ്ണുനീർ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒഴുക്കും. ജോബ് പറയുകയാണ്. അതാണ് 16-ാം അധ്യായം അതിൽ 20-ഉം 21-ഉം തിരുലിഖിതങ്ങൾ. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരൻ്റെ മുമ്പിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവാദം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹിതന്മാർ ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, സ്നേഹിതന്മാരുടെ പരിഹാസ വാക്കുകൾ, കുത്തുവാക്കുകൾ ഇന്ന് ജോബ് സഹിക്കുകയാണ്. ആ കുത്തുവാക്കുകൾ നടുവിൽ ജോബ് അപ്പോഴും ജോബ് ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. ഇതെല്ലാം ജോബിൻ്റെ ജീവിതത്തിൽ വരുന്നത്, ജോബ് ഈ ഒരു കഠിനമായ അവസ്ഥയിൽ ദൈവത്തെ ഉപേക്ഷിക്കുമോ, വിശ്വാസം ഉപേക്ഷിക്കുമോ, അവൻ്റെ വിശ്വാസത്തിന് ആഴമുണ്ടോ, ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ അവൻ പരീക്ഷിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബ് മുറുകെ പിടിക്കുകയാണ്. അവൻ വേദനിപ്പിക്കപ്പെടും തോറും അവനെ അങ്ങനെ പറിച്ചെറിയുന്നത് പോലെ അനുഭവം ഉണ്ടാകുമ്പോഴെല്ലാം അവൻ ജോബ് ദൈവത്തെ അള്ളിപ്പിടിക്കുകയാണ്, ജോബ് ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ കണ്ണുനീരൊഴുക്കും, അത് അവിരാമം ഒഴുകും, ഒരു പുഴ പോലെ ഒഴുകും. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കണ്ണുനീര് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എൻ്റെ കണ്ണുനീര് എനിക്ക് വേണ്ടി ന്യായവാദം ചെയ്യും.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വേറൊരു വാക്യം പറഞ്ഞാൽ ജോബിനൊന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെങ്കിലും ജോബ് ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല, ജോബ് വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആപത്ത് ദിനം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കരുത്. കഠിനമായ പ്രശ്നം വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായത്തിൽ 22-ാം വാക്യം, പൗലോസ് അപ്പോസ്തലൻ എല്ലാ സഭകളിലും ചുറ്റിക്കറങ്ങി പഠിപ്പിച്ചപ്പോൾ നൽകിയിരുന്നൊരു പ്രധാന പ്രബോധനം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് അവൻ ശിഷ്യന്മാരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി. അപ്പോസ്തല പ്രവർത്തനം 14:22 നാം ഇത് വായിക്കുന്നത്. പ്രിയ ദൈവപൈതലേ, ഒരു വിശ്വാസിയാണോ, ഒരു ആത്മീയതയുടെ മനുഷ്യനാണോ, ചിലപ്പോൾ ഇതേപോലെ അന്ധകാരത്തിലൂടെ നടത്തപ്പെടും. വിശ്വാസം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കപ്പെടും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 25-26 തിരുലിഖിതങ്ങൾ ജോബ് പറയുകയാണ്, എന്തു തന്നെ വന്നാലും ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കില്ല. കാരണം എനിക്കെൻ്റെ ദൈവത്തെ അറിയാം. എനിക്കെൻ്റെ ദൈവത്തെ എന്തു വന്നാലും ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കില്ല. എനിക്കെൻ്റെ ദൈവത്തെ അറിയാം. 25-ാം വാക്യത്തിൽ ജോബ് പറയുകയാണ്, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഇരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ആപത്ത് ദിനത്തിൽ അവിടുത്തെ വിട്ടകലാതെ അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. Praise the Lord. Praise the Lord. ജോബിന്റെ ജീവിതത്തെ ചിന്തിക്കുക. ഇതാ ജോബ് ആ കഠിനമായ നാളുകളിലൂടെ നടന്നുപോയി. അന്ത്യനാളുകൾ വന്നു, കാലങ്ങൾ കഴിഞ്ഞു, അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവൻ്റെ ആ നഷ്ടപ്പെട്ട കൃപകളെല്ലാം അവൻ തിരിച്ചു കിട്ടി. അവന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു, ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നു, ബലിയർപ്പിക്കാൻ സാധിക്കുന്നു, സമ്പത്ത് വർദ്ധിച്ചു വരുന്നു. അവന് നഷ്ടപ്പെട്ടതെല്ലാം അനേകരട്ടിയായി അവന് കിട്ടിയെന്ന് മാത്രമല്ല, അവൻ സ്വർഗത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു നിക്ഷേപത്തെ അവൻ കൂട്ടിവെക്കുകയും ചെയ്തു. Praise the Lord. Praise the Lord. ഭൂമിയിൽ ഐശ്വര്യവാനായ ജോബിനേക്കാൾ ഐശ്വര്യവാനാണ് ദൈവസന്നിധിയിലുള്ള ജോബ്. ഹല്ലേലൂയ. 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 ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലെ ഐശ്വര്യമല്ല, പിതാവിൻ്റെ സന്നിധിയിൽ മഹാപ്രതാപവാനായ ഓരോ വ്യക്തിയായി ഞാനും നിങ്ങൾ മാറാൻ ഈ ഭൂമിയിൽ വിശ്വാസത്തിൽ ഒരു പൈതലിനെ ദൈവം കനൽ വഴികളിലൂടെ നടത്തി എന്നും വരാം. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 4-ാം വാക്യം, രാജാവ് കോപിച്ചാൽ അവിടെ തന്നെ നിൽക്കുക, വിധേയത്വം വലിയ തിന്മകൾക്ക് പരിഹാരമായി മാറും. നിന്റെ ദൈവം നിന്നെ വേദനയുടെ വഴികളിലൂടെ നടത്തുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ നാളുകളിൽ നീ ദൈവത്തോട് കോപിക്കരുത്, നീ ദൈവത്തോട് എതിർത്ത് സംസാരിക്കരുത്. വിധേയപ്പെട്ടു നിന്നാൽ വിധേയത്വം വലിയ തിന്മകൾക്ക് പരിഹാരമായി മാറും. ഈ ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ജീവകാലം മുഴുവനും എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുത്ത് കണ്ണടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാ ദൈവമക്കളും ദൈവത്തിന് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, യേശുവേ തേടും നിൻ മുഖം ജീവകാലമല്ല, സേവിച്ചിടും ഞാൻ സർവവുമേ അടിയനിതാ. ആരാധിക്കും ഞാൻ ഹൃദയമോടെ, നിൻമുഖം ജീവകാലമല്ല, സേവിച്ചിടും ഞാൻ സർവവുമേ അടിയനിതാ. അടിയനിതാ. സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ അടിയനിതാ. അടിയനിതാ. അടിയനിതാ.
യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും. അവൻ്റെ മരണദിനത്തിൽ അവൻ അനുഗ്രഹീതനാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നീ മാത്രമൻ സഹായം. യേശുവേ 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 മാത്രമൻ സഹായം. യേശുവേ നീ മാത്രമൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമൻ സഹായം.